ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 1-ാം തീയതി. മെയ് മാസത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. അതിലെ ഒരു വലിയ പ്രത്യേകതയാണ് മെയ് 1-ാം തീയതിയിലെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തൊഴിലാളി ദിനമായിട്ട് നാം ആചരിക്കുന്ന ദിവസമാണിന്ന്. ഇന്ന് മെയ് 1-ാം തീയതി മാതാവിൻ്റെ വണക്കമാസം തുടങ്ങുന്ന ദിവസമാണ്. മെയ് മാസം എന്ന് കേട്ടാൽ പിശാച് വിറളി പിടിക്കും. കാരണം അവൻ്റെ ശത്രുവായ കന്യകാമറിയത്തെ എല്ലാ ക്രിസ്ത്യാനികളും വണങ്ങുന്ന മാസമാണ് മെയ് മാസം. അന്ന് ക്രിസ്ത്യൻ കുടുംബങ്ങളിലെല്ലാം നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യപ്രകാരം പരിശുദ്ധ അമ്മയുടെ സ്വരൂപം എടുത്തു വെച്ച് നമ്മൾ പൂമാല ചാർത്തുകയും മെയ് മാസ വണക്കമാസം ചൊല്ലുകയും അങ്ങനെ മാതാവിൻ്റെ മാസം എന്ന് പറയുന്ന ഒരു മാസമാണിത്. അത് അവന് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര വെറുപ്പാണ് ഈ മെയ് മാസം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഓർമ്മയിൽ നിന്ന് തന്നെ നമുക്ക് അറിയാലോ, ചെറുപ്പത്തിലെ തന്നെ മെയ് 1-ാം തീയതി ആയാൽ പിന്നെ എന്തെങ്കിലും ഒരു കൊട്ടയും എടുത്ത് മുല്ലപ്പൂ പറക്കാനും വഴിയിലുള്ള എല്ലാ പൂക്കളും, സ്വന്തം പൂക്കളല്ലെങ്കിലും വല്ലവൻ്റെ പൂക്കളാണെങ്കിലും ഒക്കെ എടുത്ത് കൊട്ട നിറച്ച് വീട്ടിൽ വന്നാൽ നീയാണോ കൂടുതൽ പൂവെടുത്തത്, ഞാനാണോ പൂവ് ശേഖരിച്ചത് എന്നുള്ള ഒരു വഴക്കൊക്കെ ഉണ്ട് അന്ന് കുട്ടികൾ തമ്മിൽ. ഞാനാണ് കൂടുതൽ പൂവെടുത്തത്, ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, ഈ മാല ഉണ്ടാക്കും ആ മാല ഉണ്ടാക്കും. എങ്ങനെയൊക്കെയാണെങ്കിലും പരിശുദ്ധ അമ്മയെ കുഞ്ഞു മക്കൾ മുതൽ ഓർമ്മിച്ചിരുന്ന കാലമായിരുന്നു. ഇന്ന് എത്രത്തോളം ഇത് ഈ മാസത്തിൽ കുഞ്ഞുമക്കളൊക്കെ മാതാവിനെ അലങ്കരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. എങ്കിലും പരിശുദ്ധ അമ്മയുടെ മാസമാണ് മെയ് മാസം. ഇന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തൊഴിലാളി ദിനം കൂടിയാണ്. അമ്മയും അപ്പനും ഒന്നാണല്ലോ. പ്രിയ സഹോദരങ്ങളെ, മെയ് മാസത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. എങ്കിലും നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കിക്കാണാം. മെയ് മാസം പരിശുദ്ധ മറിയത്തിന് പ്രതിഷ്ഠിക്കപ്പെടാനുണ്ടായ കാരണം, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മെയ് മാസം ഫ്ലോറ ദേവതയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചരിത്രം. സ്പെയിൻ രാജാവായ അൽഫോൺസ് 10-ാമൻ്റെ കാലത്താണ് ആ പ്രതിഷ്ഠ മാറ്റി മെയ് മാസം മാതാവിനെ സമർപ്പിക്കാൻ തുടങ്ങുന്നത്. അത് ഇറ്റലിയിൽ മിലാൻ രൂപതയിലാണ് ഇതിന് ആരംഭം കുറിച്ചത്. മിലാൻ രൂപതയുടെ മെത്രാനായിരുന്ന വിശുദ്ധ ചാൾസ് ബൊറോമിയ ആണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അത് 1573. അപ്പോൾ ഇന്നൊന്നും തുടങ്ങിയിട്ടുള്ള ഭക്താഭ്യാസമല്ല, മെയ് മാസ വണക്ക അനുഷ്ഠാനങ്ങൾ 1573 തുടങ്ങിയതാണെന്ന്. അങ്ങനെ ഈ ചാൾസ് ബൊറോമിയോയോട് സഹകരിച്ച് പ്രോത്സാഹനം നൽകിയ ഒരു രാജാവാണ് അൽഫോൺസ് 10-ാമൻ രാജാവ്. മെയ് മാസ ഭക്തി മിലാനിലെ കത്തീഡ്രൽ ദേവാലയത്തിലാണ് തുടക്കം കുറിച്ചത്. മെയ് മാസ വണക്കം ആചരിക്കുന്നവർക്ക് 7-ാം പിയൂസ് മാർപ്പാപ്പ 1815-ലും 9-ാം പിയൂസ് മാർപ്പാപ്പ 1859-ലും ദണ്ഡവിമോചനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. 12-ാം പിയൂസ് മാർപ്പാപ്പ മെഡിയാത്തോർ ദേയിൽ എന്ന ചാക്രിക ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് മെയ് മാസ ഭക്തി ലിറ്റർജിയിൽ നിഷ്കൃഷ്ടാർത്ഥത്തിൽ പെടുന്നില്ലെങ്കിലും അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭക്താഭ്യാസമാണ് എന്ന്. 1965 പോൾ 6-ാമൻ മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച മെൻസേ മായിയോ എന്ന ചാക്രിക ലേഖനത്തിലും ഈ മെയ് മാസ വണക്കത്തെക്കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മെയ് മാസം പരിശുദ്ധ അമ്മയ്ക്ക് സഭ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു മാസമാണ്. മെയ് മാസ വണക്കം കേരള സഭയിൽ തുടങ്ങിയത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ്.
1865 മാന്നാനത്ത്. പെന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് 10 ദിവസത്തെ ധ്യാനം നടത്തിയപ്പോൾ ആ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് വിശുദ്ധ ചാവറ പിതാവ് ഇത് തുടങ്ങി വെച്ചത്. നമുക്കറിയാം, നമ്മുടെ പള്ളികളിലും കുടുംബങ്ങളിലും എല്ലാം കപ്പേളകളിലും എല്ലാം മെയ് മാസം 1-ാം തീയതി മുതൽ ആഘോഷമാണ്. മെയ് 31-ാം തീയതി വണക്കമാസം കാലം കൂടലും പാച്ചോറുണ്ടാക്കലും. പണ്ടൊക്കെ ഈ വണക്കമാസത്തിന് മെയിൻ കാര്യങ്ങൾ കുഞ്ഞുമക്കൾക്ക് പൂവയ്ക്കലും പാച്ചോറ് തിന്നലുമാണ്. ഇപ്പോഴും ആ ഒരു ഭക്തകൃത്യം തുടർന്നു കൊണ്ടുപോകുന്ന പല ദേവാലയങ്ങളുമുണ്ട്, കുടുംബങ്ങളുമുണ്ട്. നമുക്ക് ഇന്നു മുതൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ മാസത്തിൽ നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കാം. വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ എന്നും ചൊല്ലാറുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ വീടുകളിൽ മാതാവിൻ്റെ സ്വരൂപം എടുത്തു വെച്ച് പുഷ്പങ്ങളും മറ്റും വെച്ച് അലങ്കരിക്കുക. അത് വളർന്നു വരുന്ന തലമുറയിലെ കുഞ്ഞുമക്കൾ കാണണം. അങ്ങനെ അവരും ഇത് ഏറ്റെടുത്ത് നമ്മുടെ കാലം കഴിയുമ്പോൾ അവരിത് തുടരട്ടെ. അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് എന്തുമാത്രം സ്ഥാനമുണ്ടെന്നും അമ്മയുടെ വണക്കത്തെക്കുറിച്ചൊക്കെ വരും തലമുറ മനസ്സിലാക്കണമെങ്കിൽ ഈ തലമുറയിലുള്ള നമ്മൾ അത് കാണിച്ചു കൊടുക്കണം. നമുക്ക് ഇന്നു മുതൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക പ്രാർത്ഥനകൾ തുടങ്ങാം. വണക്കമാസം മുടക്കരുത്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണല്ലോ ജപമാല. ജപമാല ഇന്ന് മുതൽ ചൊല്ലി, എണ്ണം വെച്ച് ചൊല്ലി നമുക്ക് മെയ് 31-ാം തീയതി അമ്മയ്ക്ക് ജപമാല കൊണ്ടൊരു പുഷ്പാഹാരം നിർമ്മിച്ച് കൊടുക്കാം. അത് സാത്താനെ ഇരിക്കപ്പുറതി ഇല്ലാതാക്കും. കാരണം അവൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് കന്യകാ മാതാവ്, അവളുടെ ജപമാലയും. ലോകത്തിൻ്റെയല്ല, ഈ യുഗത്തിൻ്റെ അന്ത്യകാലത്ത് പാപികളെ രക്ഷപ്പെടുത്താനായിട്ട് ഏറ്റവും വലിയ ആയുധമായിട്ട് പരിശുദ്ധ കുർബാന എന്ന ആയുധം കഴിഞ്ഞാൽ പരിശുദ്ധ ജപമാലയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നു മുതൽ കൂടുതൽ പരിശുദ്ധ അമ്മയുടെ ഭക്തിയിലായിരിക്കാം. അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ മകൻ്റെ ഹൃദയത്തിലെ ആദ്യത്തെ അറയിലാണ് എന്ന് മറക്കണ്ട. ഇനി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണ്ടേ എന്ന് ചോദിക്കണ്ട. ഈശോയുടെ ഹൃദയത്തിലെ ആദ്യത്തെ അറ പരിശുദ്ധ കന്യകാമറിയാണ്. അപ്പം അതുകൊണ്ട് അമ്മയുടെ ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചാൽ നമ്മൾ അമ്മയോടുകൂടെ ഈശോയുടെ ഹൃദയത്തിലാണ് ചെന്നിരിക്കുന്നത് എന്ന് ഓർക്കാം. 1946 മെയ് 13-ാം തീയതി പരിശുദ്ധ 12-ാം പിയൂസ് മാർപ്പാപ്പ മാതാവിനെ സ്വർലോകരാജ്ഞി എന്ന് വിളിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് സ്വർലോകറാണിയുടെ തിരുനാൾ കൂടിയായിട്ട് നമ്മുടെ മനസ്സിൽ മാതാവിൻ്റെ ഈ ദിവസത്തെ കാണാം. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ തൊഴിലാളി ദിനമാണിന്ന്. ഇനി മറ്റൊരു പ്രത്യേകത കൂടി ഈ മെയ് 1-ാം തീയതിക്ക് ഉണ്ട്. വിശുദ്ധ ജാനുവാരിയൂസ്, രക്തസാക്ഷിയായ വിശുദ്ധ ജാനുവാരിയൂസ് ശിരസ് ഛേദിച്ചിട്ടാണ് മരിക്കാനിടയായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ അവശിഷ്ടം നേപ്പിൾസിൽ കിട്ടിയിട്ടുണ്ട്. നേപ്പിൾസ് ദേവാലയത്തിലെ ഭണ്ഡാകാരം എന്ന് വിളിക്കുന്ന കപ്പേളയിൽ 2 ഗ്ലാസ് പാത്രങ്ങളിൽ വിശുദ്ധ ജാനുവാരിയൂസിൻ്റെ രക്തവുമുണ്ട്, വേറൊരു പാത്രത്തിൽ ശിരസ്സുമുണ്ട്. ഈ ശിരസ്സും രക്തവും അടുത്തു വരുമ്പോൾ രക്തം ഉരുകുന്ന ഒരു അത്ഭുതം അവിടെ സംഭവിക്കുന്നുണ്ട്. ഇത് സാധാരണ സംഭവിക്കുന്നത് വിശുദ്ധൻ്റെ തിരുനാൾ ദിവസവും മെയ് 1-ാം തീയതിയുമാണ്. പുസ്സോളിയിൽ നിന്നും വിശുദ്ധൻ്റെ അവശിഷ്ടം നേപ്പിൾസിലേക്ക് കൊണ്ടുവന്നത് മെയ് ദിനത്തിലാണ്. ചില പ്രധാന ദിവസങ്ങളിലൊക്കെ ഇങ്ങനൊരു അത്ഭുതം അവിടെ സംഭവിക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, അത്ഭുതങ്ങളും അടയാളങ്ങളും പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനാണ്.
ഈ അത്ഭുതത്തിൽ അതിശയിക്കാനില്ലല്ലോ. കാരണം വിശുദ്ധ ജാനുവരിയൂസ് കർത്താവിന് വേണ്ടിയാണ് രക്തസാക്ഷിയായത്. അദ്ദേഹം ബിഷപ്പായിരുന്നു. കാരാഗൃഹത്തിൽ അടച്ചിരുന്നവരെ ചെന്ന് കണ്ടപ്പോഴാണ് അവിടെയുള്ളവർ പറഞ്ഞു, ഒരു വലിയ ക്രിസ്ത്യാനി കാരാഗൃഹത്തിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹത്തെയും കൂടെ വന്ന ഡീക്കന്മാരെയും ഒക്കെ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ ആജ്ഞാപിച്ചത്. അങ്ങനെ മൃഗങ്ങൾ അവരെ തൊട്ടില്ല. അപ്പോഴാണ് ശിരസ്സ് ഛേദിച്ചത്. അപ്പോൾ യേശുവിൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ മക്കൾക്ക് രക്തസാക്ഷിത്വം കിട്ടുമ്പോൾ ആ രക്തം ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുന്നതിൽ അതിശയിക്കാനില്ല. അപ്പോൾ നമുക്ക് ഓർക്കാം, ഇന്ന് വിശുദ്ധ ജാനുവരിയൂസിൻ്റെ രക്തവും ശിരസ്സും ഒന്നിച്ചു ചേരുമ്പോൾ ഉരുകുന്ന രക്തം കാണുന്ന ദിവസമാണിത്. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ തിരുരക്തത്തെ ഓർക്കാം. നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് ഓരോ തുള്ളി രക്തവും ഊറ്റിത്തന്ന നമ്മുടെ കർത്താവ്. വിശുദ്ധ ജാനുവരിയൂസിനെ പോലുള്ള രക്തസാക്ഷികളെ ഓർക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം, ഇവരുടെ രക്തമാണ് സഭയുടെ അടിത്തറ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഒരു സുന്ദര ദിനമാണ്, അമ്മയുടെയും അപ്പൻ്റെയും ദിവസം, ദേവദാസനായ വിശുദ്ധ ജാനുവരിയൂസിൻ്റെ ദിവസം. അങ്ങനെ സ്വർലോകറാണിയായിട്ട് ആഘോഷിക്കേണ്ട ഒരു ദിവസം. നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളോടുകൂടി നമുക്കിന്ന് വിശുദ്ധ ഔസേപ്പിതാവിനെ വണങ്ങാം. പരിശുദ്ധ അമ്മയുടെ വണക്കമാസം തുടങ്ങാം. സാത്താൻ വിരളി പിടിച്ച് ഓടി നടക്കട്ടെ. പരിശുദ്ധ അമ്മയെ വണങ്ങുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് ഏറ്റുപറയാം, യേശുവാണ് സാത്താനെ ഞങ്ങളുടെ ദൈവം. യേശുവിൻ്റെ മുമ്പിലേ ഞങ്ങൾ തല കുമ്പിടുകയുള്ളൂ. മരണം വരെ ഞങ്ങൾ യേശുവിനെ ഉയർത്തി കാണിക്കും. അവന് വേണ്ടി ജീവൻ പോലും ഞങ്ങൾ ത്യജിക്കാൻ തയ്യാറാണെന്ന്. അതുകൊണ്ട് അതിൻ്റെ ശക്തിക്ക് ഞങ്ങൾ നിൻ്റെ ശത്രുവായ കന്യകാമറിയത്തിൻ്റെ കൂട്ടുപിടിക്കുകയാണെന്ന്. സാത്താൻ നമ്മളിൽ നിന്ന് ഓടി മറിയട്ടെ. നന്മ നിറഞ്ഞ മറിയമേ എന്ന് കേൾക്കുന്നത് അവന് വെറുപ്പാണ്. അതുകൊണ്ട് അവന് വെറുപ്പുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ കാപ്പ് കൊണ്ട് അമ്മ നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കും. ലോകം മുഴുവനുമുള്ള പാപികളുടെ പാപത്തിന് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും സകല ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബവൃക്ഷത്തിലുള്ളവരുടെ പാപപരിഹാരമായിട്ടും ലോകം മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ മുട്ടുമടക്കാൻ, മാപ്പ് ചോദിച്ച് പരിഹാര പ്രാർത്ഥന ചൊല്ലാൻ, അതിനുള്ള കൃപയ്ക്കായി ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോട് നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ.